ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസിലത്തെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ഈ ചാപ്റ്ററിലെ ഏറ്റവും മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം സ്ലോപ്പ്, ഒരു ലൈനിൻ്റെ സ്ലോപ്പ്. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ലോപ്പ് ആദ്യം പറയുന്നതിന് മുന്നേ ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ എന്നുള്ള വാക്ക് അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ, ഒരു ലൈൻ നമുക്കുണ്ട്, ആ ലൈനിൻ്റെ പേര് എൽ എന്നാണ്, അതാണ് ഈ പോയിരിക്കുന്ന ലൈൻ. ഓക്കെ, അപ്പോൾ ആ ലൈനിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻക്ലിനേഷൻ നമ്മൾ പൊതുവെ റെപ്രസെൻ്റ് ചെയ്യുന്നത് തീറ്റ വെച്ചിട്ടാണ്. ഓക്കെ, ഇൻക്ലിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസും ഈ ലൈനും കൂടി എക്സ് ആക്സിസിൽ നിന്ന് ഈ ലൈൻ വരെയും എത്ര ഡിഗ്രി ഉണ്ടാക്കുന്നു, അതാണ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ എൽ എന്ന് പറയുന്ന ലൈനിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസും ഈ ലൈൻ എൽ വരെയും എക്സ് ആക്സിസിൽ നിന്ന് എത്ര ഡിഗ്രി മെഷറാണ് ഉണ്ടാക്കുന്നത്, അതാണ് ഇൻക്ലിനേഷൻ. ഓക്കെ, ഇനി 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരും. ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞ ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് എക്സ് ആക്സിസിനോട് പാരലാണെന്ന് വിചാരിക്കുക. പാരലാണെങ്കിൽ എന്താ സംഭവിക്കുക, ലൈൻ നമ്മുടെ എക്സ് ആക്സിസിൽ ഒരു സ്ഥലത്തും കട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും, തീറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ പറയുന്ന ലൈൻ നമ്മുടെ എക്സ് ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഇങ്ങനെ മുട്ടുന്നത്, അപ്പോൾ എത്ര ആയിരിക്കും ഡിഗ്രി മെഷർ, 90 ഡിഗ്രി ആയിരിക്കും. ഇതും അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഇപ്പം ഇൻക്ലിനേഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വെച്ചു, അതായത് തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, തീറ്റ ഇസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഇവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് ഇൻക്ലിനേഷൻ തീറ്റ ഓഫ് ലൈൻ എൽ ഇസ് ഗിവൺ, നമുക്ക് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്, അതായത് തീറ്റയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ്, ആ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഈ എമ്മിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുക. ഓക്കെ, ഒരു ലൈനിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ലൈനിൻ്റെ സ്ലോപ്പിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ചെയ്താൽ മതി. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം തീറ്റ, അതായത് തീറ്റ ഗിവൺ എന്നല്ല ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, തീറ്റ തന്നിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ തീറ്റ നമുക്ക് തന്നിരിക്കുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ എനിക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, എം ഇസ് ഈക്വൽ ടു ടാൻ 60 ഡിഗ്രി. ടാൻ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്മൾ കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ പിടിക്കേണ്ടല്ലേ, അപ്പോൾ ആ ടേബിൾ പഠിക്കണം കേട്ടോ. ടേബിളിനകത്ത് എല്ലാ വാല്യൂസും ഉണ്ട്. ടാൻ 60, ടാൻ 30, ടാൻ 45 അതെല്ലാം ഉണ്ട്. അത് ആദ്യം പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ടാൻ 60യുടെ വാല്യൂ എത്ര, അല്ലെങ്കിൽ മറ്റേ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്താലും മതി. ഓക്കെ, ടാൻ 60 ഈസ് √3. അപ്പോൾ സ്ലോപ്പ് എന്താണ്, √3 ആണ്. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. തീറ്റ ഇപ്പോൾ 30 എന്ന് വിചാരിക്കും, അതായത് നമ്മുടെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കും, എം ഇസ് ഈക്വൽ ടു ടാൻ 30. ടാൻ 30യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ.